മലയാളിയുടെ ഏറ്റവും അടുത്ത പോസ്റ്റ് എന്ന് വെച്ചാൽ മമ്മൂക്കയെ കുറിച്ചായിരുന്നു അല്ലേ? എനിക്കൊരു സുഖുവേട്ടന്റെ കാലം തൊട്ടേ ഉള്ള ഒരു ആത്മബന്ധമാണ് അല്ലേ? തീർച്ചയായിട്ടും അതെ. ഞാൻ ഈയിടെ ഒരു CTVയുടെ ഒരു ഫംഗ്ഷന് പോയിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു മെമെൻറ്റോ ഒക്കെ തന്നപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മമ്മൂട്ടി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വരുന്നുണ്ടെന്ന് കേട്ടപ്പോഴേ എനിക്ക് സന്തോഷമായി. പിന്നെ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് എനിക്കൊരു മെമെൻറ്റോ ധരിച്ചു. അതെനിക്ക് എഴുതാതിരിക്കാൻ ഒക്കത്തില്ല. കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ശത്രുക്കൾ എന്തോ പറയട്ടെ, ഞാൻ സ്ഫോടനം എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ ഞാനും സുഖേട്ടനും കൂടെ പോകുമ്പോൾ അന്ന് സുഖേട്ടനെ പടയോട്ടത്തിൽ ബുക്ക് ചെയ്യാൻ നവോദയ അപ്പച്ചൻ സാർ റൂമിൽ വന്നു. അപ്പോൾ സുഖേട്ടൻ എടുത്ത പോലെ പറഞ്ഞു, എൻ്റെ അപ്പച്ച ഞാൻ ഈ കുടുമയൊക്കെ വെച്ച മഹാ ബോറായിരിക്കും കാണാൻ. അദ്ദേഹം പറഞ്ഞ വാചക അങ്ങനെ സംസാരം പോലെ മിടുക്കൻ ഒരാൾ വന്നിട്ടുണ്ട്, നന്നായിട്ട് അഭിനയിക്കും, നല്ല ശബ്ദം, ഡെഫിനറ്റാണ് ഭാവിയിൽ ഒരു വലിയ സൂപ്പർ സ്റ്റാർ ആയിരിക്കും അദ്ദേഹം. അപ്പം ഞാൻ വിചാരിച്ചത് ഇങ്ങനെ സുഖേട്ടൻ അങ്ങനെ ഇങ്ങനെയൊന്നും ആരെക്കുറിച്ച് പറയാറില്ലല്ലോ, ഇതാരാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടിക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല, ഒരു പിങ്ക് ടവലും ഒക്കെ പുതച്ച് മമ്മൂട്ടി കയറി വരിക. അപ്പോൾ ഞാനും അന്നാണ് ആദ്യമായിട്ട് മമ്മൂട്ടിയെ കാണുന്നത്. അപ്പോൾ ഒന്ന് അപ്പച്ചാ ഞാൻ എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ സുഖം പറഞ്ഞ് പടയോട്ടത്തിൽ മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ട്, നന്നായത്, കാരണം മമ്മൂട്ടിക്ക് പറ്റിയ വേഷം, ഹൈറ്റും എല്ലാം കൂടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ വെച്ച് കണ്ടവ അന്ന് സുഖേട്ടൻ, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മനോരമ ആഴ്ചപ്പതിപ്പിലെങ്ങാണ്ട് ആത്മകഥ എഴുതിയപ്പോൾ സുഖേട്ടനെ പറ്റി എഴുതിയത് ഞാൻ വായിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് വന്നു. അപ്പോഴത്തേക്ക് ഞാൻ വായിച്ചു. എന്നാലും ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് ചോദിച്ചു, ചേച്ചി കണ്ടായിരുന്നു, കാരണം ഈ മലയാളം അത്യാവശ്യം വായിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹം വന്ന് ഈ മെമെൻറ്റോ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഈ ഓണത്തിന് സമയത്ത് ചോദിച്ചു എന്തെങ്കിലും നിരാശ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, നഷ്ടപ്പെട്ടതിനെ കുറിച്ചൊന്നും നിരാശയില്ല. ഒറ്റ കാര്യം, എൻ്റെ സുഖേട്ടൻ പോയത് നിരാശയല്ല, ദുഃഖമാണ്. എൻ്റെ നേടിയതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ഞാൻ സന്തോഷിച്ച് അഹങ്കരിക്കാറുമില്ല. പക്ഷേ ഒരു സങ്കടപൂർവമായ ഒരു നിരാശ എനിക്ക് പറയാനുണ്ട്. കാരണം ഈ ടർബോ എന്ന് പറഞ്ഞ പടത്തിൽ വളരെ ശ്രദ്ധേയമായൊരു വേഷം ഞാനായിരുന്നു മമ്മൂട്ടിയോട് ചെയ്യേണ്ടത്. 30 ദിവസത്തെ ഡേറ്റ് മാറ്റി. ആ സമയത്താണ് എനിക്ക് ഈ കാലിൽ ഇങ്ങനെ നീര് വന്നു, ചുവപ്പ് കളറും 1.5 മാസം. പക്ഷേ കാല് ഇങ്ങനെ തൂക്കിയിട്ടുകൊണ്ടിരിക്കുകയോ യാത്രയൊക്കെ ഒഴിവാക്കി റെസ്റ്റ് എടുക്കുക, കാലൊക്കെ പൊക്കി വെച്ച് കിടക്കുമ്പോഴും ഒരു പില്ലോ എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോൾ ആ സമയത്താണ് ഈ 30 ദിവസം. ഓ, എൻ്റെ ദൈവമേ, ഇരുന്നിരുന്ന് മമ്മൂട്ടിയോട് അഭിനയിക്കാനുള്ള ഒരു അവസരം ആ സമയത്ത് എനിക്കിങ്ങനെ വയ്യാതെ ഞാൻ ഒരുപാട് അങ്ങൊരു വിഷമവും നിരാശയൊക്കെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അതിലും നല്ലൊരു വേഷം വരുമായിരിക്കാം, പക്ഷെ നമുക്ക് പ്രായമായി വരികയല്ലേ, അതുകൊണ്ടുള്ള ഒരു ടെൻഷനായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് മമ്മൂട്ടിയാണ് മെമെൻറ്റോ തരുമ്പോൾ ഞാൻ സ്റ്റേജിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് അദ്ദേഹത്തിനുള്ള ബഹുമാനം എന്ന് പറയുന്നത് പല സന്നിഗ്ധ ഘട്ടങ്ങളിലും മമ്മൂട്ടി എന്ന് പറയുന്ന എൻ്റെ സുഖേട്ടൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് ഇടപെട്ട് ആശ്വാസവാക്ക് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, അവരെ ഉപദേശിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വർത്തമാന രീതി, സോപ്പിട്ടുള്ള സംസാരം, അത് അറിയാൻ വയ്യ. അത് ഇങ്ങനെയൊക്കെ പറയുന്നല്ലാതെ മനസ്സ് നമുക്കറിയാം. കാരണം സുഖേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്, എടുത്ത് പിടിച്ച് എൻ്റെ കൂട്ടാൻ നാക്ക് വളയ്ക്കുമ്പോൾ ഒരു ചിലപ്പോൾ ഒന്ന് പെശകി പോകും, പക്ഷെ അത് 24 മണിക്കൂറിനുള്ളിൽ അവൻ തന്നെ തിരുത്തുമെന്ന്. അപ്പോൾ സുഖേട്ടൻ വലിയ കാര്യമായിരുന്നു മമ്മൂട്ടി പറഞ്ഞല്ലോ. അപ്പോൾ അത് കാരണം ഞാനതവിടെ പറഞ്ഞു സ്റ്റേജിൽ. അപ്പോൾ എൻ്റെ ഒരു പക്ഷേ ഇതൊരു നിമിത്തമായിരിക്കാം, ദൈവം തീരുമാനിച്ചാണ്. ആ നിരാശ ഇന്നിപ്പോൾ മമ്മൂട്ടിയുടെ കയ്യിൽ നിന്ന് മെമെൻറ്റോ വാങ്ങിച്ചപ്പോൾ എനിക്ക് തീർന്നു എന്നൊക്കെ ഞാനവിടെ പ്രസംഗിച്ചു. മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് നമുക്കങ്ങനെ വേറൊരാളുമായിട്ട് ഉപമിക്കാനോ ഒന്നും പറ്റത്തില്ല. ഇപ്പം ആര് പറഞ്ഞു മമ്മൂട്ടി അന്നിങ്ങനെ അത് പറയും തമാശ, ഇപ്പം നമ്മൾ പറയുന്നില്ലേ ഇതെല്ലാം തമാശ, വേറെ അത് കേട്ടോ നിങ്ങളന്ന് പറഞ്ഞിട്ടോ, അയ്യോ നല്ല പടമായിരുന്നു, അങ്ങനെയൊക്കെ ചുമ്മാ പറയുന്നല്ലാതെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊക്കെ എൻ്റെ മക്കളോട് പറയാറുണ്ട്, എൻ്റെ മരണം വരെ മമ്മൂട്ടി സുഖേട്ടനായിട്ടുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളത കണ്ട് അനുഭവിച്ച് ഞാൻ എപ്പോഴും പറയും സുഖേട്ടൻ എന്തൊരു കാര്യമായിരുന്നു. സുഖേട്ടനും മമ്മൂക്കയും തമ്മിലൊരു ആത്മബന്ധത്തെ കുറിച്ച് പറഞ്ഞു. അതുപോലെയാണ് പല ഫോട്ടോകൾ കാണുമ്പോൾ പൃഥ്വിയും ദുൽഖറും അല്ലേ? അതെ, അയ്യോ ഈ പൃഥ്വി ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ ഇന്നലെ അവിടെ പോയിരുന്നു, മമ്മൂക്കയുടെ ബിരിയാണി കഴിച്ചു. അപ്പം ഞാൻ ചുമ്മാ എനിക്ക് അസൂയ. അപ്പം ഞാൻ അവനോട് പറയും, ഓടാ ഞാനും അച്ഛനും ഒക്കെ എത്രയോ പത്തിരിയും ബിരിയാണിയൊക്കെ കഴിച്ചിരിക്കുന്നു, നീയൊക്കെ ഇപ്പോഴല്ലേ എന്നൊക്കെ ഞാൻ പറയും. അപ്പൊ പറയാം ദുൽഖർ, ഫഹദ്, ദുൽഖർ ഒക്കെ ഒരു വലിയൊരു ഒരു കമ്പനിയാണ്. എനിക്കൊന്ന് കാർ റൂം അല്ലേ പറയാറുണ്ട്, ദുൽഖർ വലിയ കാർ ഭ്രാന്തനാണല്ലോ.